നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ രാമൻകുത്തങ്ങാടിയിൽ പുലർച്ചെയോടെ ഭീതി പരത്തി കാട്ടുപോത്ത് ഇറങ്ങി. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിനെയാണ് നാട്ടുകാർ കണ്ടത്. സുഹൃത്തിനെ തലക്കടിച്ചും പുഴയിൽ തള്ളിയിട്ടും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പി.കെ. ബഷീർ എം.എൽ.എ. ഗവർണറുടെ നന്ദി പ്രമേയത്തെ എതിർത്ത് സംസാരിക്കവെയാണ് നിയമസഭയിൽ പി.കെ. ബഷീർ എം.എൽ.എ. ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചത്. നവകേരള സദസ്സിനെയും അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചത്. മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം സ്റ്റഡി സെന്റേഴ്സ് നൽകുന്ന ഈ വർഷത്തെ മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിന് സമ്മാനിച്ചു. നിലമ്പൂർ ബൈപ്പാസ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം. വാർത്തകൾ വിശദമായി. നിലമ്പൂർ രാമൻകുത്ത് അങ്ങാടിയിൽ പുലർച്ചെയോടെ ഭീതി പരത്തി കാട്ടുപോത്ത് ഇറങ്ങി. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിനെയാണ് നാട്ടുകാർ കണ്ടത്. നിലമ്പൂർ രാമൻകുത്ത് അങ്ങാടിയിൽ പുലർച്ചെയോടെ ഭീതി പരത്തി കാട്ടുപോത്ത് ഇറങ്ങി. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിനെയാണ് നാട്ടുകാർ കണ്ടത്. പിന്നീട് 1 കിലോമീറ്ററോളം ദൂരം നാട്ടുകാർ പിന്തുടർന്ന ഷിബു റോഡിന് സമീപമുള്ള പറമ്പിൽ കയറിയ കാട്ടുപോത്തിനെ കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും 1 മണിക്കൂറോളം നാട്ടുകാരെ കാട്ടുപോത്ത ഭീതിയിലാഴ്ത്തി. പുലർച്ചെ പോലും വന്യമൃഗശല്യം ഈ പ്രദേശത്തും രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മെരുക സമീപത്തെ ഒരു വീട്ടിൽ കയറി ആശങ്ക സൃഷ്ടിച്ചത്. കൂടാതെ പന്നിയുടെ ആക്രമണത്തിൽ ഇരുചക്ര വാഹന യാത്രികർ അപകടവും സംഭവിച്ചിരുന്നു. സുഹൃത്തിനെ തലക്കടിച്ചും പുഴയിൽ തള്ളിയിട്ടും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞം വെങ്ങാനൂർ തൈവിളാകത്ത മജീഷ്യനാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ.വി. ടെല്ലസ് ശിക്ഷ വിധിച്ചത്. സുഹൃത്തിനെ തലക്കടിച്ചും പുഴയിൽ തള്ളിയിട്ടും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞം വെങ്ങാനൂർ തൈവിളാകത്ത മജീഷ്യനാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ.വി. ടെല്ലസ് ഇന്ന് 12 മണിക്ക് ശിക്ഷ വിധിച്ചത്. മൈസൂരു സ്വദേശി മുബാറക്കാണ് കൊല്ലപ്പെട്ടത്. 2022 മാർച്ച് 10-നാണ് കേസിനാസ്പദമായ സംഭവം. 20 വർഷം മുൻപ് നിലമ്പൂരിലെത്തിയ മുബാറക് വടപ്പുറം സ്വദേശിനിയെ വിവാഹം കഴിച്ച് ഇവിടെ താമസിച്ചു വരികയായിരുന്നു. പ്രതിയും സുഹൃത്തായ സ്ത്രീയും മുബാറക്കും ചാലിയാറിന്റെ തീരത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ തർക്കമാണ് കൊലക്കിടയാക്കിയത്. വഴക്കിനിടെ പ്രതി മുബാറക്കിനെ തലക്കടിക്കുകയും അടിയേറ്റ് വീണപ്പോൾ പുഴയിലേക്ക് തള്ളിയിടുകയും ചെയ്തെന്നാണ് കേസ്. നിലമ്പൂർ ഇൻസ്പെക്ടർ പി. വിഷ്ണുവാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പി. ബാലകൃഷ്ണൻ, കെ.പി. ഷാജു എന്നിവർ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായി. 30 പേരെ കോടതി വിസ്തരിച്ചു. കേസിലെ ഏക ദൃക്സാക്ഷിയായ സ്ത്രീ വിചാരണയ്ക്ക് മുൻപേ മരിച്ചു. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പരിഗണിച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പി.കെ. ബഷീർ എം.എൽ.എ. ഗവർണറുടെ നന്ദി പ്രമേയത്തെ എതിർത്ത് സംസാരിക്കവെയാണ് നിയമസഭയിൽ പി.കെ. ബഷീർ എം.എൽ.എ. ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചത്. നവകേരള സദസ്സിനെയും അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചത്. ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പി.കെ. ബഷീർ എം.എൽ.എ. ഗവർണറുടെ നന്ദി പ്രമേയത്തെ എതിർത്ത് സംസാരിക്കവെയാണ് നിയമസഭയിൽ പി.കെ. ബഷീർ എം.എൽ.എ. ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചത്. നവകേരള സദസ്സിനെയും അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചത്. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു. ആര്? എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വ്യക്തിപൂജ പാടില്ല, ആളുകളെ ഒന്നും പാടില്ല, ഫ്ലെക്സ് വെക്കാൻ പാടില്ല, ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ പാർട്ടി ഏത് പോളിറ്റ് ബ്യൂറോയിലാണ്, ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയമാറ്റം എന്ന് പറയുക? നിങ്ങൾ ഈ നയമാറ്റം എന്ന് പറയണല്ലോ. നമ്മൾക്ക് അന്തം വിടല്ലേ. എന്റെ മണ്ഡലത്തിൽ സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു. ഇവരല്ലെങ്കിൽ തന്നെ ചൊറി. എന്താ ചൊറിഞ്ഞത്? അവിടെ വന്നിക്കാണ്ട് ബഷീറെ
ഒരുപാട് വികസനം ഉമ്മൻചാണ്ടിന്റെ കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും, ഇവിടെ വന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടാവും. ഞാൻ അപ്പൊ ആലോചിച്ച് പഠിച്ചോനെ ഇയാള് സൂര്യനെ ഞാനത് കരിഞ്ഞു പോകില്ല, അതിന്റെ അടുത്ത് പോയിരുന്നാല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെ ഈ നവ കേരള സദസ് എന്താ ഉണ്ടായത്? നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു. ആരോടാ നിങ്ങൾ സംവാദം നടത്തിയത്? മുഖ്യമന്ത്രിയെ സൂര്യനോട് പൊമ്പിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയും MLA വെറുതെ വിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർ എന്നു മുതലാണ് വ്യക്തിപൂജ തുടങ്ങിയതെന്നും ഏതു പാർട്ടി കോൺഗ്രസിലാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നും MLA ചോദിച്ചു. നവകേരള സദസ്സിൽ പങ്കെടുത്ത മന്ത്രിമാർ നല്ല ഭക്ഷണം കഴിച്ച് ശരീരഭാരം വർദ്ധിപ്പിച്ചതല്ലാതെ എന്ത് നേട്ടമാണ് ജനങ്ങൾക്കുണ്ടായതെന്ന് വ്യക്തമാക്കണം. ഒരു നയവുമില്ലാത്തതാണ് സർക്കാരിന്റെ നയപ്രഖ്യാപനമെന്നും PK ബഷീർ പരിഹസിച്ചു. ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരമല്ല, ഒരു കോമൺ സെൻസിലെ ഒരു ബുദ്ധിയുടെ സാധനം ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെയുണ്ടോ ഒരു പരാതി 20 ആള് പോയിട്ട് ഒരു 100 ആൾക്ക് ഒരു 5 പരാതിയൊക്കെ നിങ്ങൾ വാങ്ങണ്ടേ? നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത്? ശരി, ഒരു പരാതി ഒരു പോയി ഒറ്റ തഹസിൽദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി. അവസാനം നമ്മ കേരള സദസ്സിൽ പോയി. കേരള സദസ്സിൽ പോയപ്പോ പോയതുകൊണ്ട് പരാതി കൊടുക്കുമ്പോ പിന്നെ അത് വാങ്ങണം. ആ തഹസിൽദാറാ സർ 20 മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയാപ്പിളായി 20 ആളും ഇവിടുന്ന് തേട്ടം പോണ മാതിരി കാസർഗോഡ് നിങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് 42 ദിവസം എന്നിട്ട് ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുണ്ട്. എല്ലാത്തിന്റെ വെയിറ്റ് 6 കിലോ നിങ്ങളുടെ കൂടി നല്ല നാട്ടുകാർക്ക് പ്രയോജനമുണ്ടായി. 9 മാസം മുൻപ് താൻ ഗവർണറെ വിമർശിച്ചപ്പോൾ തനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട CPI അംഗത്തെയും ബഷീർ വെറുതെ വിട്ടില്ല. സ്വതസിദ്ധമായ ശൈലിയിൽ ഭരണപക്ഷത്തെ ബഷീർ കടന്നാക്രമിച്ചപ്പോൾ പലതിലും ഉന്നയിച്ച ഉപമകൾ സ്പീക്കറെ ഉൾപ്പെടെ ചിരിയിലാഴ്ത്തി. നെല്ല് സംഭരണം, പെൻഷൻ വിതരണം എല്ലാം എടുത്തു കാട്ടിയായിരുന്നു വിമർശനം. കേരളീയം പരിപാടിയിൽ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും ശോഭനയുമെല്ലാം എത്തിയപ്പോൾ ജനക്കൂട്ടം എത്തി. ഇത് കണ്ടാണ് വലിയ ജനപങ്കാളിത്തമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. ഉത്സവവും പൂരവും ഉണ്ടായാൽ അവിടെ ജനങ്ങൾ ഉണ്ടാകുമെന്ന് ബഷീർ മന്ത്രി ശിവൻകുട്ടിയെ ഓർമ്മിപ്പിച്ചു. അല്പം വിവരമുള്ള ആളാണ് മന്ത്രി P രാജീവ് എന്ന് കരുതിയിരുന്നു. എന്നാൽ നവകേരള സദസ്സോടെ ഈ ധാരണ മാറിയെന്നും ബഷീർ പറഞ്ഞു. പ്രതിപക്ഷം കൈയടിച്ച് ബഷീറിന്റെ പ്രസംഗത്തെ പിന്തുണച്ചു. മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ നൽകുന്ന ഈ വർഷത്തെ മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം നിലമ്പൂർ MLA PV അൻവറിന് സമ്മാനിച്ചു. പുരസ്കാര സമ്മേളന ചടങ്ങ് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ നൽകുന്ന ഈ വർഷത്തെ മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം നിലമ്പൂർ MLA PV അൻവറിന് സമ്മാനിച്ചു. പുരസ്കാര സമ്മേളന ചടങ്ങ് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകമായി എല്ലാവരും അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ നല്ല ജാഗ്രത പുലർത്തി നല്ല ഒരു എക്സസൈസ് നടത്തിയിട്ടുണ്ട് ഇതിന്റെ സംഘാടകർ. ശരി തോന്നുന്നില്ല, കേരളം മുഴുവൻ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രഗത്ഭരായ ആൾക്കാരെ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ ജനതകൾ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുമ്പോൾ വലിയ അഭിപ്രായം തോന്നുന്നു. അഡീഷണൽ ഡെപ്യൂട്ടി ജനറലായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം എത്ര കാര്യക്ഷമമായി, എത്ര കാലഘട്ടത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, രീതി, കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രാവീണ്യം, ഇതെല്ലാം തന്നെ ഓരോ സെക്ടറിൽപ്പെട്ടവരെ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരം പ്രധാന കേന്ദ്രമായി രാജ്യത്താകമാനം കലാ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ശാസ്ത്ര സാങ്കേതിക, ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ നൽകുന്ന ജനമിത്ര പുരസ്കാരം ദേവസ്വം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ പാർലമെന്ററി വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ തിരുവനന്തപുരം ഹോട്ടൽ ഫോർട്ട് മാനർ ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ PV അൻവർ MLAക്ക് നൽകി. ചടങ്ങിൽ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ, രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, മോൻസ് ജോസഫ് MLA, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA, അഡ്വക്കേറ്റ് പ്രമോദ് രാമൻ MLA, KPCC ജനറൽ സെക്രട്ടറി ജോസഫ് വാഴക്കൻ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ, പ്രതീക്ഷ ചാരിറ്റി ചെയർമാൻ അയ്യൂബ് മേലെടത്ത്, PM ഹുസൈൻ, ജിഫ്രി തങ്ങൾ, അനുജ S എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ബൈപ്പാസ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ചക്കാലക്കുത്ത് സാർക്ക് ക്ലബിൽ നടന്ന വാർഷിക യോഗം നിലമ്പൂർ നഗരസഭ ഹരിതകർമ്മസേന സെക്രട്ടറി ജിഷ്മ C ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭ നടത്തിയ ശുചിത്വ കലാജാഥയിൽ പങ്കെടുത്ത ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു.
പ്രശസ്ത ചിത്രകാരൻ അനിലിനെയും ആദരിച്ചു. CT സുധ അധ്യക്ഷത വഹിച്ചു. ജോയ് പി ജോൺ റിപ്പോർട്ടും കെ അരുൺകുമാർ സംഘടന രേഖയും അവതരിപ്പിച്ചു. പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന വിഷയത്തിൽ J. രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. PS രഘുറാം, V. വാസുദേവൻ, K. ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. പുതിയ വർഷത്തെ ഭാരവാഹികളായി K. സഫിയ പ്രസിഡന്റായും ജോയ് പി ജോൺ സെക്രട്ടറിയായും സൈജി ടീച്ചർ, E. ശശി എന്നിവരെ വൈസ് പ്രസിഡന്റായും RP സുബ്രഹ്മണ്യൻ, രഘുദീപൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹിത്വത്തിലേക്ക് എത്തിയ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ചുമതലയേറ്റു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ഏനാന്തിക്ക മുൻ പ്രസിഡന്റ് മൂർഖൻ മാനു ചുമതല കൈമാറി. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് നിലമ്പൂരിലാണ് ശ്രീ അംബിയർ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ആസിഫ്. കേരളത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ അനീഷ്. എല്ലാവരെയും അഭിനന്ദിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര സജ്ജമായ യൂത്ത് കോൺഗ്രസ് ഇന്ന് അവരിന്ന് അടികൊള്ളുന്നത്, അവരിന്ന് കൽത്തുറുങ്കിൽ അടക്കപ്പെടുന്നത്, അവരിന്ന് ഏറ്റവും കൂടുതൽ ദയനീയമായ അവസ്ഥയിൽ ആശുപത്രികളിൽ ചികിത്സ തേടി കഴിയേണ്ടി വരുന്നതൊക്കെ ക്രൂരമായ പിണറായി വിജയന്റെയും പോലീസിന്റെയും DYFI മാഫിയ സംഘത്തിന്റെയും മർദ്ദനമേറ്റു. പരിപാടി മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൂർഖൻ മാനു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായി സമ്മത് ചന്തക്കുന്ന്, അജിൻ തോമസ്, ഫർഹാൻ VP, ഫിറോസ് മയ്യന്താനി, രാഹുൽ പാണക്കാടൻ, മുഹസിൻ യനാന്തി, ഡോക്ടർ റോസ്മേരി, ഡോക്ടർ ജൂണി അനീഷ്, ലബീബ് തരകൻ, മൻസൂർ പാടിക്കുന്ന്, മാഹീന്ദ്രൻ എന്നിവരും ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി, അസംബ്ലി പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, ജില്ലാ സെക്രട്ടറിമാരായ അർജുൻ, ആസിഫ് TMS, അസംബ്ലി വൈസ് പ്രസിഡന്റ് സുബിൻ കല്ലമ്പാടം എന്നിവർ സംസാരിച്ചു. സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷനും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പും നടത്തി. നിലമ്പൂർ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ സെക്രട്ടറി ലുക്മാൻ അരീക്കോട് ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ചെമ്മല മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കുന്നുമ്മൽ സൈദവി, കണ്ണാട്ടിൽ ബാപ്പു, മുഹമ്മദ് അഷ്റഫ് ശീലത്ത്, ഉസ്മാൻ പോത്തുകല്ല് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ കമ്മിറ്റി ഭാരവാഹികളായി ചെമ്മല മുഹമ്മദ് ഹാജി ചുങ്കത്തറ പ്രസിഡന്റും കുന്നുമ്മൽ സൈദലവി ജനറൽ സെക്രട്ടറിയും, ബാപ്പനു മൂത്തേടം, ഉസ്മാൻ പോത്തുകല്ല് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും, ഫസലുദ്ദീൻ കോഴിക്കോടൻ, ബഷീർ മാസ്റ്റർ പൂക്കോട്ടുംപാടം ജോയിന്റ് സെക്രട്ടറിമാരായും, കണ്ണാട്ടിൽ മുഹമ്മദ് എന്ന ബാപ്പു ട്രഷററായും തെരഞ്ഞെടുത്തു. പാണക്കാട് സയ്യിദുമാർ ഖാദിമാരായ മഹല്ലുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മഹല്ല സാരഥികൾക്കും മഹല്ല നിവാസികൾക്കും ആശയവിനിമയത്തിനും പ്രശ്ന പരിഹാരങ്ങൾക്കും വഴിയൊരുക്കുകയും അതിലൂടെ മഹല്ല ശാക്തീകരണം സാധ്യമാക്കുവാനുമാണ് പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ രൂപം നൽകിയതെന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. കോഴിക്കോട് 17 നടക്കുന്ന പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ മഹല്ല നേതൃസംഗമത്തിന്റെ പ്രചരണാർത്ഥം നിലമ്പൂർ താലൂക്കിൽ നടന്ന എക്സിക്യൂട്ടീവ് അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ പ്രചാരണത്തിനും ശാക്തീകരണത്തിനും അത് ആക്കം കൂട്ടുമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി അധ്യക്ഷനായി. ജില്ലാ കോർഡിനേറ്റർ സലീം എടക്കര പദ്ധതി വിശദീകരിച്ചു. AP യാക്കൂബ് ഫൈസി രാമകുത്ത്, പ്രചാരണ സമിതി കൺവീനർ മൊയ്തീൻ കോയ കുന്നമംഗലം, ഇസ്മായിൽ മുത്തേടം, അഡ്വക്കേറ്റ് M ഉമ്മർ MLA, KT കുഞ്ഞാൻ ചുങ്കത്തറ, കുഞ്ഞാപ്പ ഹാജി തുവൂർ, KT മൊയ്തീൻ ഫൈസി, സുലൈമാൻ ഫൈസി ചുങ്കത്തറ, P ഹസൻ മുസ്ലിയാർ, അബ്ദുൽ ലത്തീഫ് ദാരിമി, TP സിദ്ദീഖ്, NK അബ്ദുറഹ്മാൻ കരുവാരക്കുണ്ട്, ഹംസ കുഞ്ഞാപ്പു കോട്ടപ്പുഴ, ഗഫൂർ ഫൈസി കാട്ടുമുണ്ട, പറമ്പിൽ ബാവ ഹാജി, അബ്ദുൽ കരീം മമ്പാട്, ഷിഹാബുദ്ദീൻ റഹ്മാനി മമ്പാട്, ഉബൈദ് ആനപ്പാറ, അടുക്കത്ത് ഇസ്ഹാഖ് തുടങ്ങിയവർ സംസാരിച്ചു. പരമ്പരാഗതമായി പാണക്കാട് നിന്നും ഖാസിമാരായി സേവനം ചെയ്യുന്നതും അവർ നേതൃത്വം നൽകുന്നതുമായ മഹല്ല് സ്ഥാപന ഭാരവാഹികൾ, ഖതീബുമാർ, സ്ഥാപന മേധാവികൾ എന്നിവരുടെ സംഗമമാണ് 17 രാവിലെ 9 മണി മുതൽ കോഴിക്കോട് സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ മഹൂം പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ നഗറിൽ നടക്കുക. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയായ പാണക്കാട് തങ്ങൾ ഖാസി ഫൗണ്ടേഷനാണ് ഈ സംഗമത്തിന്റെ സംഘാടകർ. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, നീലഗിരി, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലെ മഹല്ല് സ്ഥാപന പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കും. മത, ധാർമ്മിക, സാമൂഹിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലയിലെ ക്രമീകരണ പ്രവർത്തനങ്ങൾ, വൈവാഹിക കുടുംബരംഗത്തെ മതാധിഷ്ഠിത സാങ്കേതിക നിയമങ്ങൾ,
ഗൈഡ് ലൈൻ ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷനുകൾ മഹല്ല് സ്ഥാപന മേഖലയിൽ SMFന്റെ വൈജ്ഞാനിക സാങ്കേതിക തികവോടെ സജ്ജീകരിക്കുന്ന ഓഫീസ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഫൗണ്ടേഷൻ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അവയവ മൃതദേഹ ദാന അവബോധ സെമിനാറിൽ പങ്കെടുത്ത വിവിധ സ്കൂൾ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള മുനിസിപ്പാലിറ്റിയുടെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സാഫ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുഹമ്മദ് അബ്ദുൽ സലാം, കോളേജ് പ്രിൻസിപ്പൽ സഞ്ജീവന് കൈമാറി. അനശ്വരയുടെ സെക്രട്ടറി പ്രസാദ് പൊറ്റക്കാട്, കമ്മിറ്റി അംഗങ്ങളായ പി ഗോവർദ്ധനൻ, പി ഗംഗാധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.